എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. മുട്ടയും ബ്രെഡും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒട്ടും എണ്ണ കുടിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 3 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചൊന്ന് പൊടിച്ചെടുത്താൽ മതി. 2 തീരെ ചെറിയ ഉരുളക്കിഴങ്ങാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഉരുളക്കിഴങ്ങും മുട്ടയും നന്നായിട്ടൊന്ന് പൊടിച്ചു വെക്കാം. അടുത്തതായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, 2-3 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികൾ മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പൊടികളൊക്കെ മൂത്ത് കിട്ടും. അടുത്തതായി ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിന് ആവശ്യമായി കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ അകത്ത് പൊടിയാത്ത മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് പൊടിച്ചു കൊടുക്കാം. ചെറുതായി ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടിയാത്ത മുട്ടയൊക്കെ പൊടിഞ്ഞു കിട്ടിക്കോളും. അടുത്തതായി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ഉപയോഗിക്കാം. കറിവേപ്പിലയാണ് ചേർക്കുന്നതെങ്കിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. കൂട്ട് അടുപ്പത്ത് നിന്നിപ്പോൾ മാറ്റിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ കൂട്ട് റെഡിയായിട്ട് കിട്ടും. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. ഇതിൻ്റെ അരികൊക്കെ മുറിച്ചിവിടെ എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ കട്ട് ചെയ്ത ഭാഗം എല്ലാം കൂടി ഒന്ന് പൊടിച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ ഇട്ട് കൊടുത്ത് 2 കൈ കൊണ്ടും പ്രസ് ചെയ്ത് വെള്ളം നന്നായി കളഞ്ഞെടുക്കണം. ഇനി ബ്രെഡിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കേണ്ട. ഇത് നന്നായിട്ടൊന്ന് കവർ ആകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അവസാനം ഇത് കയ്യിലിട്ടൊന്ന് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടും. 11 ബ്രെഡിന് വേണ്ട കൂട്ടായിരുന്നു ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്നത്. അതെല്ലാം ഇവിടെ ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ഇതുപോലെ ഒന്നുകൂടെ ഷേപ്പാക്കിയെടുക്കാം. അടുത്തതായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോളെല്ലാം ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ബോളെല്ലാം ഇവിടെ വറക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആവശ്യമുള്ളൂ. ഇതൊട്ടും എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാൻ. ഒരുപാട് തീ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുമെന്നോ പൊടിഞ്ഞു പോകുമെന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കിയെടുക്കാൻ യാതൊരു റിസ്ക്കും ഇല്ലാത്ത ഒരു 4 മണി പലഹാരമാണ് ഇത്. എല്ലാവരും ഒരു ദിവസം വൈകുന്നേരം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.